സംസ്ഥാനത്ത് നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കെ വീണ്ടും ഇ.പി. വിവാദം തലപൊക്കിയിരിക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ദിനത്തിലായിരുന്നു ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവദേക്കറുമായി ഇ.പി. ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ച പരസ്യപ്പെടുത്തിയത്. ഇതിന് സമാനമായി ഇപ്പോഴിതാ വയനാടും ചേലക്കരയിലും വോട്ടെടുപ്പ് ദിനത്തിലും ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. ജയരാജന്റെ ആത്മകഥയായ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിൽ പാർട്ടിക്കെതിരെയും രണ്ടാം പിണറായി സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനം ഉണ്ടെന്നായിരുന്നു അത്. തന്നെ ഇടത് കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റിയതിൽ ദുഃഖമുണ്ടെന്നും പാലക്കാട്ടെ പി സരിൻ അവസരവാദിയാണ് എന്നിങ്ങനെയാണ് വാർത്തയെത്തിയത്. അതിനുശേഷം ഇ.പി. മാധ്യമങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിച്ചു. താൻ തന്റെ ആത്മകഥാ രചന പൂർത്തിയാക്കിയിട്ടില്ല, ആർക്കും എഴുതി നൽകിയതുമില്ല, പിന്നെ എങ്ങനെയാണ് ഈ വാർത്ത വന്നതെന്നാണ് ഇ.പി. ജയരാജൻ ചോദിക്കുന്നത്. ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആർക്കും അനുമതി നൽകിയിട്ടില്ല എന്നും ഇ.പി. ജയരാജൻ പറയുന്നുണ്ട്. പുറത്തു വന്നതൊന്നും തന്റെ ആത്മകഥയിൽ ഇല്ല എന്നാണ് ഇ.പി. പറയുന്നത്. ഇതോടെ ഇ.പിയുടെ ആത്മകഥ വിവാദത്തിലായിരിക്കുകയാണ്. DC ബുക്സും മാതൃഭൂമി ബുക്സും ഇ.പിയുടെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അനുമതി തേടി എത്തിയിട്ടുണ്ട്. എന്നാൽ ആർക്കും പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകിയില്ല. ആത്മകഥയുടെ പേരോ ഒന്നും താൻ തീരുമാനിച്ചിട്ടില്ല. ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് തീരുമാനിച്ചപ്പോൾ DC-യും മാതൃഭൂമിയും അനുമതി തേടിയെത്തി. രണ്ടുപേർക്കും അനുമതി നൽകിയില്ല. ഏതായാലും ഇ.പി. ജയരാജന്റെ ആത്മകഥ പുറത്തിറങ്ങും. അതോടെ ഈ പുസ്തക പ്രകാശനം വലിയ വിവാദത്തിലേക്ക് പോകുമെന്നത് ഉറപ്പാണ്. ഇ.പിയുടെയും EMSന്റെയും മുഖചിത്രവുമായി പുസ്തകം പുറത്തിറങ്ങും. താൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം എങ്ങനെ പുറത്തിറങ്ങുമെന്നാണ് ഇ.പി. ചോദിക്കുന്നത്. താൻ നിയമ നടപടിയിലേക്ക് കടക്കുമെന്നാണ് ഇ.പി. ജയരാജൻ പറയുന്നത്. ആരെയും തന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ഇ.പി. ആവർത്തിക്കുന്നുണ്ട്. ഇ.പിയുടെ ആത്മകഥയുടെ ഭാഗങ്ങൾ പുറത്തു വന്നതാണ് വിവാദത്തിന് കാരണമായത്. ഇടത് കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റിയതിൽ അതൃപ്തിയുണ്ട്. ഇത് കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് സരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഇ.പി. എതിർക്കുന്നുവെന്നതാണ് വാർത്ത. സ്വതന്ത്രർ തലവേദനയാകുമെന്ന നിരീക്ഷണം പോലും ഉണ്ടെന്നാണ് വാർത്ത. ഇതെല്ലാം ഇ.പി. തള്ളുന്നു. ഇത് തിരഞ്ഞെടുപ്പ് ദിനത്തിൽ നടത്തിയ ആസൂത്രിത നീക്കമാണ്. അതുകൊണ്ട് തന്നെ നിയമ നടപടിയിലേക്ക് കടക്കുമെന്നും ഇ.പി. ജയരാജൻ പറയുന്നു. ഒരു മാധ്യമത്തിനെതിരെയും ഇ.പി. ജയരാജൻ വിമർശനം ഉയർത്തുന്നുണ്ട്. രണ്ടാം പിണറായി വിജയൻ സർക്കാർ വളരെ ദുർബലമെന്ന് മുൻ LDF കൺവീനറും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ.പി. ജയരാജൻ പറഞ്ഞതായാണ് വാർത്ത പുറത്തുവന്നത്. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന ആത്മകഥയിലാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചതെന്നായിരുന്നു വാർത്ത. ഈ ഒരു ഉള്ളടക്കത്തെയാണ് ഇ.പി. ജയരാജൻ ഇപ്പോൾ നിഷേധിക്കുന്നത്. ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് ദിനത്തിൽ ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദം പുതിയ തലത്തിലാണ്. കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പ്രയാസമുണ്ടെന്നും പാർട്ടി തന്നെ മനസ്സിലാക്കിയില്ലെന്നുമടക്കം തുറന്നടിക്കുന്ന ഇ.പി. ജയരാജന്റെ ആത്മകഥയിലെ ഭാഗങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇ.പി. വാർത്ത നിഷേധിച്ചുകൊണ്ട് എത്തിയത്. ജാവദേക്കർ കൂടിക്കാഴ്ച വിവാദമാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ആത്മകഥയിലെ പരാമർശം. തന്റെ നിലപാട് കേന്ദ്ര കമ്മിറ്റിയിൽ വിശദീകരിച്ചു. കൂടിക്കാഴ്ച വ്യക്തിപരമായിരുന്നു. 1.5 വർഷത്തിന് ശേഷം അത് വിവാദമാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് പച്ചക്കള്ളം. അവരെ കണ്ടത് ഒരു തവണ മാത്രമാണ്, അതും പൊതുസ്ഥലത്ത് വെച്ച്. പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി സരിനെതിരെ കടുത്ത വിമർശനം ഇ.പി. ഉന്നയിക്കുന്നു. സരിൻ അവസരവാദിയാണ്, സ്വതന്ത്രർ വയ്യാവേലിയാകുമെന്ന് ഓർക്കണം. EMS തന്നെ ഇക്കാര്യം പറഞ്ഞു. അൻവറിന്റെ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയാണ് ഇ.പിയുടെ വിമർശനം. മരിക്കും വരെ CPM ആയിരിക്കും, പാർട്ടി വിടുമെന്ന് സ്വപ്നം കണ്ടാൽ താൻ മരിച്ചു എന്നർത്ഥമെന്നും ഇ.പി. ജയരാജൻ വിശദീകരിച്ചതായാണ് കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിലുള്ളത്. ഇത് പുറത്തു വന്നതിന് പിന്നാലെ ഏറെ പ്രകോപിതനായാണ് ഇ.പി. ജയരാജൻ മാധ്യമങ്ങളോട് വിശദീകരണം നടത്തിയത്. ഇ.പിക്ക് DC ബുക്സ് ഇനി എന്ത് വിശദീകരണം നൽകുമെന്നതാണ് നിർണായകം. എന്തായാലും വലിയ നിയമപോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകാനാണ് സാധ്യത. രാഷ്ട്രീയ ജീവിതവും വിവാദങ്ങളും ഉൾപ്പെടുത്തി ആത്മകഥ എഴുതാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് നേരത്തെ ഇ.പി. ജയരാജൻ അറിയിച്ചിരുന്നതാണ്. ദേശാഭിമാനിക്കായി പരസ്യവും ബോണ്ടും വാങ്ങിയത് പാർട്ടിയുമായി ആലോചിച്ചാണെന്നും എന്നാൽ VS അച്യുതാനന്ദൻ അത് തനിക്കെതിരെ ആയുധമാക്കിയെന്നും പരാമർശമുണ്ടെന്ന തരത്തിലായിരുന്നു വാർത്ത. ആദ്യ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായിരുന്ന EMS നമ്പൂതിരിപ്പാടിനൊപ്പം ഇ.പി. ജയരാജൻ നിൽക്കുന്ന ചിത്രമാണ് പുസ്തകത്തിന്റെ കവറിലുണ്ടായിരുന്നത്. എന്നാൽ ഈ കവർ കണ്ടിട്ടേയില്ല എന്നാണ് ഇ.പി. പറയുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ ഏവരെയും ഞെട്ടിച്ചിരിക്കുകയുമാണ്.
അതേസമയം BJP കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദമായതിന് പിന്നാലെയാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP നീക്കിയത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദിനത്തിലാണ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതെന്ന് മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചത്. ആ വെളിപ്പെടുത്തൽ CPM-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇതിന് പിന്നാലെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ നീക്കിയിരുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും ആത്മകഥയിൽ ഉത്തരമുണ്ടാകുമെന്നായിരുന്നു EP ജയരാജൻ അന്ന് പ്രതികരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ തന്റെ പുസ്തകത്തിലെ വെളിപ്പെടുത്തൽ എന്ന നിലയിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തള്ളി CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. തികച്ചും അടിസ്ഥാനരഹിതമാണ് വാർത്ത, താൻ എഴുതി തീർന്നിട്ടില്ല, DC ബുക്സും മാതൃഭൂമിയും പ്രസിദ്ധീകരിക്കാൻ താല്പര്യം അറിയിച്ചിരുന്നു, താൻ ഇതിന്റെ അനുമതി ആർക്കും കൊടുത്തിട്ടില്ല, ബോധപൂർവം ഉണ്ടാക്കിയ കഥയാണ്, ഇന്ന് നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ കാര്യം എങ്ങനെയാണ് ആത്മകഥയിൽ എഴുതുക, താൻ എഴുതാത്ത കാര്യം തന്റേതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, താൻ ഒരാൾക്കും ഒന്നും കൈമാറിയിട്ടില്ല, താൻ എഴുതിയതിലൊന്നും ഇക്കാര്യങ്ങളില്ല, താൻ എഴുതിയിട്ട് ടൈപ്പ് ചെയ്യാൻ കൊടുത്തിരിക്കുകയായിരുന്നു, ആ പുസ്തകത്തിന്റെ ആദ്യ ഭാഗം എങ്ങനെ പുറത്തു വന്നുവെന്ന് അറിയില്ല, തന്റെ ജീവചരിത്രവും രാഷ്ട്രീയ ചരിത്രവുമാണ് എഴുതുന്നത്, താനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഭാഗമേ തനിക്ക് അറിയൂ എന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ EP ജയരാജൻ വ്യക്തമാക്കിയിരിക്കുകയാണ്.